പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെട്ടാൽ മാത്രമേ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. വചനമുണ്ടല്ലോ, മത്തായി 12:28-29. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അഥവാ ശക്തനായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ കഴിയും. അതായത് ദൈവാത്മാവ്, ശക്തനായ ദൈവാത്മാവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ചങ്കിലും മനസ്സിലും ജീവിതത്തിലും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ദുരാരൂപികൾക്ക് നമ്മൾ കീഴ്പ്പെടില്ല. സാത്താൻ ഒരുക്കുന്ന അശുദ്ധിയുടെ കെണികളിൽ നമ്മൾ വീണുപോവില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. വചനമുണ്ടല്ലോ, യോഹന്നാൻ 14:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. സഹായകൻ, അണ്ടർലൈൻ. ഈ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടന്നേ പറ്റൂ. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുമല്ലോ, കൊച്ചു തോബിയാസിൻ്റെ കൂടെ റഫായേൽ മാലാഖ യാത്ര ചെയ്യുകയാണ്. എല്ലാ അപകടങ്ങളിൽ നിന്നും, സാത്താൻ്റെ കെണിയിൽ നിന്ന് പോലും റഫായേലിനെ രക്ഷിക്കുക, റഫായേൽ കൊച്ചു തോബിയാസിനെ രക്ഷിക്കാൻ. ഇതുപോലെയാണ് ആത്മാവ് ഇങ്ങനെ നമ്മളെ അനുയാത്ര ചെയ്ത് നമ്മളെ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ച് ശക്തിപ്പെടുത്തി വിശദീകരിക്കും, വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കും. അപ്പം ഇന്ന് മെസ്സേജ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.